ജോമിൻ പറയുകയാണ്, ഈശോ എനിക്ക് 100-ൽ 100 മാർക്ക് തരും. അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? ഈശോ ഒരിക്കലും മാർക്ക് കുറച്ചിട്ടില്ലല്ലോ. ഈശോ ഒരിക്കലും മാർക്ക് കുറച്ചിടത്തില്ല. ഉറപ്പാണോ? അതായിരിക്കുമോ? ഓക്കെ. മോളെ പേരെന്താണ്? ആൻമരിയ. ആൻമരിയ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? 9th. എന്തുകൊണ്ടാണ് ഈശോ 100 മാർക്ക് തരുമെന്ന് പറയാൻ കാരണം? കാരണം ഈശോയ്ക്ക് പിള്ളേരെ ഇഷ്ടമാണ്, എല്ലാവരും ഒരേപോലെയാണ് കാണുന്നത്. ഈശോയ്ക്ക് പിള്ളേരെ ഇഷ്ടമാണ്, എല്ലാവരെയും ഒരേപോലെ കാണുന്നത് അല്ലേ? അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ? ഓക്കെ. ഇവർക്ക് രണ്ടുപേർക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാവോ? നന്നായിട്ട് കഴിക്കുക, നന്നായിട്ട് കൈയ്യടിക്കുക. ഓക്കെ. അപ്പോൾ ഇവർ പറയുകയാണ് ഇവർക്ക് ഈശോ 100 മാർക്ക് തരുമെന്ന്. ഓക്കെ. ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഈ ഇടവകയിൽ ഈ ഇരിക്കുന്നവരിൽ ഈ 2 പേരൊഴിച്ച് ബാക്കി ഒരാൾക്ക് പോലും ഈശോ ആരാണെന്നോ ഈശോ എന്താണെന്നോ ായിട്ട് ജീവിച്ചു പോകുന്നത് മാത്രമേ ഉള്ളൂ. കാരണം ഈശോയെക്കുറിച്ച് നിങ്ങൾക്കറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ പറയുമായിരുന്നു, ഈശോ എനിക്ക് 100-ൽ 100 മാർക്ക്. പറ, 100-ൽ 100 മാർക്ക്. മിണ്ടത്തില്ല, 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 മിണ്ടത്തില്ല. തരുമെന്ന് കേട്ടോ. ഓക്കെ, നിങ്ങൾ പോയിരുന്നു കേട്ടോ. സന്തോഷം കേട്ടോ. ഓക്കെ മക്കളെ, ഞാനിന്ന് പറയാൻ കാരണം അറിയോ? ഇന്ന് നേരെ ഇരിക്കണേ, നേരെ നോക്കണം കേട്ടോ. ഇന്ന് പല കുട്ടികൾക്കും ഈശോ ആരാണെന്ന് അറിയത്തില്ല, ഈശോ എന്താണെന്ന് അറിയത്തില്ല. നമ്മൾ എല്ലാ ദിവസവും പള്ളി വരുന്നവരുണ്ട്, ഞായറാഴ്ച മുടങ്ങാതെ പള്ളി വരുന്നവരുണ്ട്. പക്ഷേ ഈശോ നമ്മെ സ്നേഹിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നവർ തീരെ ചുരുക്കമാണ്. ഇനി ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ. എൻ്റെ പേര് അച്ഛൻ പറഞ്ഞ ഓർക്കുന്നുണ്ടോ? ചെറിയ പിള്ളേർക്ക് ഓർമ്മയുണ്ടല്ലേ? എന്നാ പേര്? ഇമ്മാനുവലിൻ്റെ പേരിൻ്റെ അർത്ഥം എന്താണ്? ദൈവം നമ്മോട് കൂടെ അല്ലേ? പക്ഷേ എൻ്റെ ഒഫീഷ്യൽ നെയിം ഇമ്മാനുവൽ എന്നല്ല കേട്ടോ. എൻ്റെ ഒഫീഷ്യൽ നെയിം ഇങ്ങനെയാണ്, ജയകുമാർ എന്നാണ്. എന്നതാണ്? ജയകുമാർ. അപ്പോൾ ഈ 2 പേരും കൂടി നോക്കിയിട്ട് എന്തെങ്കിലും ഒരു അഭംഗി തോന്നുന്നുണ്ടോ? അത് തന്നെ അല്ലേ? ഓക്കെ. വേറെ ഒന്നുമല്ല മക്കളെ, ഞാൻ ഈ ഭൂമി ജനിച്ചത്, ഈ ഭൂമിയിൽ ഞാൻ കുഞ്ഞുനാൾ മുതൽ വളർന്നത് ഒരു ക്രൈസ്തവനായിട്ടല്ല. ഞാൻ ജനിച്ചത് ഒരു ഹിന്ദു സമുദായത്തിലാണ്. എൻ്റെ ഒഫീഷ്യൽ നെയിമാണ് ഞാൻ പറഞ്ഞത് ജയകുമാർ എന്ന്. മക്കളെ, 8ാം ക്ലാസ്സിൽ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിയുന്നത്. ഇപ്പോൾ 8ാം ക്ലാസ് വരെ ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരമ്പലത്തിലെ പൂജാരിയാകണം, ശാന്തിക്കാരനാകണം. അത് എത്ര മഴയായിക്കോട്ടെ, മഞ്ഞായിക്കോട്ടെ, തണുപ്പായിക്കോട്ടെ, പക്ഷെ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായിട്ട് അമ്പലത്തിൽ പോകണം. കാരണം അമ്പലത്തിൽ പോകണമെങ്കിൽ കുളിച്ച് വൃത്തിയില്ലാതെ പോകാൻ പറ്റില്ല. നമ്മൾ ക്രിസ്ത്യാനികളാണ്, കുളിച്ചില്ലെങ്കിലും സെൻറ്റും പൂശി ഇങ്ങോട്ട് പോരും. പക്ഷെ അവിടെ വൃത്തിയില്ലാതെ കയറാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പൂജാരി ആകണം, ശാന്തി ആകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജീവിച്ച എൻ്റെ ജീവിതത്തിലേക്ക് ഈശോ വന്നത് മക്കളെ, ഈശോ എന്നോട് പറഞ്ഞ ഒരൊറ്റ വാക്യമാണ്. അല്ലാതെ ഒരു ധ്യാനം കൂടിയൊന്നുമല്ല കേട്ടോ. ആ വാക്യം ഇതാണ്, മോനെ ജയകുമാരെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. മോനെ ജയകുമാരെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഞാൻ പഠിച്ചത് ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിലാണ്. അപ്പോൾ അവിടെ എല്ലാ മാസാദ്യ വെള്ളിയാഴ്ചയും കുട്ടികൾക്ക് വേണ്ടിയിട്ട് പരിശുദ്ധ കുർബാന ഉണ്ടായിരുന്നു. അങ്ങനെ 5ാം ക്ലാസ് മുതൽ ഞാൻ അവിടെ പഠിക്കുകയാണ്. പക്ഷേ 8ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടും ആ പള്ളി തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷെ ആ പള്ളിയുടെ പരിസരത്തേക്ക് പോലും ഞാൻ നോക്കിയിട്ടില്ല. പക്ഷേ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ദിവസം, ഒരു മാസാദ്യ വെള്ളിയാഴ്ച, എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ ഇടയ്ക്ക് വന്നിട്ടും പറഞ്ഞു, ജയകുമാറെ, ഇന്ന് മാസാദ്യ വെള്ളിയാഴ്ചയാണ്, നീ എൻ്റെ കൂടെ വന്ന് പള്ളിയിൽ കയറിയിരിക്കണം, പള്ളിയിൽ വരണം, നമുക്ക് കുർബാനയിൽ പങ്കെടുക്കാം. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. കാരണം എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ സ്വപ്നങ്ങളൊക്കെ അറിയാവുന്നവനാണ്. ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, പോയി പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. നിങ്ങളുടെ പള്ളിയിലൊന്നും ഞാൻ കയറത്തില്ല, എനിക്കതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അവൻ പറഞ്ഞു, ജയകുമാറെ വാ, എൻ്റെ കൂടെ വാ, വന്നിരിക്ക്. ഞാൻ പറഞ്ഞു വരില്ലെന്ന് പറഞ്ഞില്ലേ. പക്ഷേ മക്കൾ, അവൻ്റെ സ്നേഹത്തോടെയുള്ള നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഒരു കത്തോലിക്ക ദേവാലയത്തിൽ കയറുന്നത്. ആദ്യമായിട്ട് ഒരു കൂട്ടുകാരൻ നിർബന്ധിച്ചുകൊണ്ടാണ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 13ാമത്തെ വയസ്സിൽ ഞാൻ പള്ളിയിൽ കയറുന്നത്. ഞാൻ ഈ ആനവാതിലൂടെ ഞാനിങ്ങനെ കയറുന്നത്. ആനവാതിലൂടെ ഇങ്ങനെ കയറുന്ന സമയത്ത് തന്നെ, ഈ പള്ളിയിലേക്ക് കാലെടുത്ത് വെച്ച സമയത്ത് തന്നെ എന്തൊരു പ്രത്യേക ഫീലിങ്സ് എൻ്റെ ശരീരത്തിൽ അനുഭവപ്പെട്ടു. കാരണം പുറത്ത് കാണുന്ന അന്തരീക്ഷമല്ല അകത്ത്. ഇപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ നല്ല നല്ല രൂപങ്ങളൊക്കെ ഉണ്ട്.
മാതാവിൻ്റെ രൂപമുണ്ട്, യൗസപിതാവിൻ്റെ രൂപമുണ്ട്, സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചാണ്. അപ്പോൾ അതുകൊണ്ട് സെൻറ്റ് സെബാസ്റ്റ്യൻ രൂപമുണ്ട്, തൂങ്ങപ്പെട്ട രൂപമുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ പള്ളിയിൽ കയറിയ കുട്ടികളെല്ലാവരും അവരിങ്ങനെ ഏറ്റവും മുമ്പിൽ നിന്ന് ലൈനായിട്ട് നിൽപ്പുണ്ട്. ഏറ്റവും മുമ്പിൽ 5ാം ക്ലാസ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ്, അങ്ങനെ 10ാം ക്ലാസ് വരും. 2 സൈഡ് വിങ്ങുണ്ട്. അവിടെ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ 8ാം ക്ലാസ് എന്ന് പറയുമ്പോൾ ഈ നടുഭാഗത്താണ്. അപ്പോൾ എനിക്ക് തോന്നി ഈ നടുഭാഗത്ത് പോയിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ ചെയ്യുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യേണ്ടി വരും, ഇവർ പ്രാർത്ഥിക്കുന്ന പോലെയൊക്കെ ഞാൻ പ്രാർത്ഥിക്കേണ്ടി വരും. അപ്പോൾ എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ല, ഞാൻ പോകുക. പാവം പറഞ്ഞു, ജയകുമാറേ നീ ഇവിടെ ഇരിക്കുക, നീ ഇവിടെ ഇരിക്കുക. ഞാൻ പറഞ്ഞു പറ്റില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ചാടി എഴുന്നേറ്റിട്ട് ഞാനിങ്ങനെ പുറത്തേക്ക് പോകാൻ നോക്കി. മക്കളെ, അന്ന് ആദ്യമായിട്ട് പള്ളിയിൽ കയറിയ ദിവസം 3 അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ. 3 അത്ഭുതങ്ങൾ. അതിലൊന്ന്, ഈ ആനവാതിലൂടെ ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയിട്ട് എങ്ങനെയെല്ലാം ശ്രമിച്ചിട്ടും എനിക്ക് ആ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. കാരണം ഏതോ ഒരു അദൃശ്യ ശക്തി അവിടെ എന്നെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ സർവ്വശക്തിയും എടുത്ത് ആ കയറിയ ആനവാതിലൂടെ തന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എത്രത്തോളം പുറത്തേക്ക് ആയിരുന്നോ അതുപോലെ തന്നെ ആരും അകത്തേക്ക് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്, ഇത് എന്താ സംഭവം, ഇതാരാ എന്നെ പിടിച്ച് വലിക്കുന്നത് എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ആരെയും കാണാൻ പറ്റുന്നില്ല. കുറേ കഴിഞ്ഞപ്പോൾ കുർബാനയുടെ പാട്ട് തുടങ്ങി. അപ്പം ലാറ്റിൻ കുർബാനയാണ്, പരിശുദ്ധ കുർബാനയുടെ പ്രാരംഭ ഗാനം തുടങ്ങി. അപ്പോൾ കുട്ടികളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ സ്വരത്തിൽ പാട്ട് പാടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം എനിക്ക് സങ്കടവും ദേഷ്യമൊക്കെ വന്നു. എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യുന്നല്ലോ, ഏറ്റവും പിറകിൽ ആ ആനവാതിലിൻ്റെ സൈഡിൽ ആ ഭിത്തി ചാരി ചമ്രം പതിഞ്ഞ് അവിടെ ഇരുന്നു. അപ്പോൾ ഈ പാട്ട് കുട്ടികളെല്ലാവരും സ്വരത്തിൽ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്തു, ഏറ്റവും താഴെ അവിടെ ഇരിക്കുക, ഇരുന്നുണ്ട് ഇങ്ങനെ മദ്ദളം അടിച്ചുകൊണ്ടിരിക്കുക. നല്ല രസമുണ്ട്, ഇങ്ങനെ മദ്ദളം അടിച്ചുകൊണ്ടിരിക്കുക. കുറേ കഴിഞ്ഞപ്പോൾ കുട്ടികൾ ഉറക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുട്ടികൾ ഇങ്ങനെ പറയുന്നുണ്ട്, ആമേൻ അങ്ങയുടെ കൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം ഞാൻ നോക്കി, നല്ല വാക്കാ, ഞാനും പറഞ്ഞു ആമേൻ അങ്ങയുടെ കൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ കുട്ടികൾ ഒരു പ്രാവശ്യം ആമേൻ പറയുമെങ്കിൽ ഞാനിങ്ങനെ റെക്കോർഡ് പോലെ ഒരു 10 പ്രാവശ്യമെങ്കിലും പറയും. കുറേ കഴിഞ്ഞപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഇതാണ്, കുട്ടികളെല്ലാവരും സമാധാനം കൊടുക്കുക. അല്ലേ, നിങ്ങളിങ്ങനെ കാണിക്കുന്നത് കണ്ടിട്ടില്ലേ? അല്ലേ, എന്നാ സംഭവം? മിണ്ടുന്നില്ല. എന്നാ സംഭവം? സമാധാനം കൊടുക്കുക. അപ്പം എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താണെന്നറിയോ, ഇത് കൊടുക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ അത് ഇങ്ങനെ കൊടുക്കുക, ഒരാളിങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇയാളുടെ പുറകിരിക്കുന്ന ആൾ ഇയാളുടെ മുതുകത്ത് കൊണ്ട്, അപ്പോൾ അയാളുടെ പുറകിരിക്കുന്ന ആൾ ഇയാളുടെ മുതുകത്ത് കൊണ്ട്. അപ്പം ഞാൻ ഏറ്റവും പിറകിൽ നിന്ന് നോക്കുമ്പോൾ നല്ല രസമായിട്ട് തോന്നുന്നുണ്ട്, ഇങ്ങനെ ട്രെയിൻ പോകുന്ന പോലെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ച, ദൈവമേ മുതുകത്ത് കൊടുക്കേണ്ടത് പ്രധാനപ്പെട്ട സംഭവമാണെന്ന് തോന്നുന്നത്. എല്ലാവരും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഒന്നുകൂടെ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് വേറൊരു കാര്യം കൂടി കണ്ടു. വേറെ ഒന്നുമല്ല, ഈ ഭിത്തി സൈഡിൽ ഇരിക്കുന്ന ആൾക്കാർ ഭിത്തിയിലേക്ക് നോക്കിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ ഭിത്തിക്ക് വരെയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ്. ഞാൻ ഏറ്റവും പിറകിൽ ഒറ്റയ്ക്ക് ഇരിക്കുക. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. അവിടെ ഒരു മാമോദിസ തൊട്ടിയുണ്ട്, അവിടെ വലിയൊരു തൂണും ഇരിപ്പുണ്ട്, ഇവിടെ റൗണ്ടിലൊരു തൂണുണ്ട്. അപ്പം എനിക്ക് തോന്നി ഇവരേതായാലും ഭിത്തിക്ക് കൊടുക്കുന്നുണ്ടല്ലോ, എന്നാൽ പിന്നെ ഞാൻ തൂണിന് കൊടുത്തേക്കാം. ഞാൻ ഇരുന്നുകൊണ്ട് തന്നെ ഹായ് തൂണേ എന്നും പറഞ്ഞിട്ട് ഈ സാധനം കൊടുത്തു. കുറേ കഴിഞ്ഞപ്പോൾ കുട്ടികളെല്ലാവരും മുട്ടുകുത്തി നിന്നു. മുട്ടുകുത്തിയ സമയത്താണ് ഈ പ്രാർത്ഥിക്കുന്ന ആളെ ഞാൻ കണ്ടത്. അത് വേറെ ആരുമല്ല, ഞങ്ങളെ സ്കൂളിലെ മാനേജർ അച്ഛനായിരുന്നു. പക്ഷെ അച്ഛൻ നന്നായിട്ടൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഏറ്റവും പറയുന്ന അച്ഛനെന്നെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അച്ഛൻ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. അച്ഛൻ നന്നായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കുറേ കഴിഞ്ഞപ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്തോ ഒരു സാധനം ഇങ്ങനെ എടുത്ത് ഉയർത്തി. എന്നാ സംഭവം? ഉറക്കെ പറ. തിരുവോസ്തി അല്ലേ, വിശുദ്ധ കുർബാന. അച്ഛനിങ്ങനെ ഉയർത്തി. എന്നിട്ട് അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ആ സമയത്ത് അച്ഛൻ പറഞ്ഞൊരു വാക്യം എൻ്റെ ചങ്കത്ത് വന്ന് കൊണ്ടു. മക്കളെ, ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ വാക്യമായിരിക്കും എന്നെ മാനസാന്തരപ്പെടുത്തിയതെന്ന്. പക്ഷേ ആ വാക്യമൊന്നുമല്ല കേട്ടോ. കാരണം അറിയോ, എൻ്റെ മനസ്സിൽ പറഞ്ഞ വാക്യം ഇതാണ്. അച്ഛനിങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ വന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എനിക്ക് സന്തോഷമായി. അച്ഛൻ എന്തോ തിന്നാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ട് പള്ളിയിൽ കയറിയതാണ്. അപ്പോൾ അച്ഛൻ പറയുക, നിങ്ങൾ വന്ന് വാങ്ങി ഭക്ഷിക്കാൻ. അപ്പോൾ ഞാൻ ഏറ്റവും പിറകിൽ നോക്കിയപ്പോൾ ഈ വൃത്താകൃതിയിലുള്ള സംഭവം പിടിച്ചോണ്ടിരിക്കുക. അപ്പോൾ ഏറ്റവും പിറകിൽ നോക്കുമ്പോൾ ബണ്ണ് പോലെ എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇപ്പോൾ എല്ലാവർക്കും അച്ഛൻ ബണ്ണ് കൊടുക്കാൻ വേണ്ടി പോവുക. മക്കളെ, എനിക്ക് സന്തോഷമായി കേട്ടോ, ബണ്ണ് കിട്ടുമല്ലോ. മക്കളെ, ബണ്ണ് കിട്ടും എന്ന പ്രതീക്ഷയോടു കൂടിയാണ് ഞാൻ നോക്കിയത്. പക്ഷേ ബണ്ണ് കിട്ടിയില്ല. പകരം എനിക്ക് കിട്ടിയത് ഈശോയാണ്. കാരണം അറിയാവോ, ഞാൻ ഇങ്ങനെ ഏറ്റവും പിറകിൽ നിന്ന് ഞാൻ നോക്കുമ്പോൾ ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്. അച്ഛൻ ഉയർത്തിപ്പിടിച്ച ആ തിരുവോസ്തി
തിരുവോസ്തി എനിക്ക് കാണാൻ പറ്റുന്നില്ല. പകരം അവിടെ അച്ഛൻ്റെ കൈകളിൽ ജീവനുള്ള ഒരു ഹൃദയം ഇരുന്ന് തുടിക്കുന്നതാണ്. അപ്പം അത്രയും സമയം വരെയൊക്കെ ഞാൻ തമാശയ്ക്കായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഹൃദയം ഇരുന്ന് ഇങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കുക. കുറേ കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കുമ്പോൾ ലൈവായിട്ട് കാണുകയാണ് ആ ഹൃദയം ഇങ്ങനെ പൊട്ടി പിളർന്നിട്ട് ആ ഹൃദയത്തിൽ നിന്നും താഴേക്ക് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുക. അപ്പം അച്ഛനെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുക. അച്ഛൻ്റെ കയ്യിലൂടെയാണ് ഇങ്ങനെ ബ്ലഡ് വന്ന് താഴത്തേക്ക് വന്ന് വീഴുന്നത്. ഈ ബ്ലഡ് വന്ന് വീഴുന്നത് അൾത്താരയിലെ ആ വെള്ള വസ്ത്രത്തിലേക്ക് വന്ന ആ ബ്ലഡ് മുഴുവൻ ഇങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കുക. കുറേ കഴിഞ്ഞപ്പോൾ ഈ വെള്ളത്തുണി മുഴുവൻ ഇങ്ങനെ ചുവന്ന കളറായി മാറി. അത്രയും ബ്ലഡ് വന്ന് വീണു. അത്രയും ബ്ലഡ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തല കറങ്ങുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. വല്ലാത്ത അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നറിയോ, കുറച്ചു നേരം കണ്ണടച്ച് പിടിച്ചു. ഇതെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. കണ്ണടച്ച് പിടിച്ചു. പക്ഷെ കണ്ണടച്ച് പിടിച്ചിട്ടും എൻ്റെ കണ്ണ് നിറയാൻ തുടങ്ങി. സാധാരണ കണ്ണടച്ച കണ്ണ് നിറയത്തില്ലല്ലോ, പക്ഷെ കണ്ണ് നിറഞ്ഞുകൊണ്ടിരിക്കുക. കണ്ണുനീര് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. എനിക്ക് സങ്കടം വരുന്നുണ്ട്. ഇത് ആരുടെ ബ്ലഡാണ്, ഇത് എന്താ ഇവിടെ സംഭവിക്കുന്നത്, ഒന്നും എനിക്കറിയത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് സാവകാശം ഒന്ന് കണ്ണ് തുറന്നു നോക്കി. മക്കളെ, കണ്ണ് തുറന്നു നോക്കിയ സമയത്ത് ചേട്ടനും കണ്ട അടുത്ത ഒരത്ഭുതം ഇതാണ്. കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ മക്കളെ, ആ സമയം വരെയും പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന വൈദികനെ അവിടെ കാണുന്നില്ല. കുർബാന തീർന്നിട്ടില്ല, പക്ഷെ വൈദികനെ അവിടെ കാണുന്നില്ല. ഞാൻ കണ്ട ബ്ലഡോ ഹൃദയമോ അല്ലെങ്കിൽ ഒന്നും കാണുന്നില്ല. പകരം ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്: ശരീരം മുഴുവൻ മുറിവേറ്റ ഒരു പച്ചയായ ഒരു മനുഷ്യൻ ആ അൾത്താരയ്ക്ക് നടുവിൽ നിൽക്കുക. അച്ഛനല്ല, പക്ഷേ ശരീരം മുഴുവൻ മുറിവേറ്റ ഒരു മനുഷ്യൻ ആൾത്താരയ്ക്ക് നടുവിൽ നിൽക്കുക. ഞാൻ ഈ മനുഷ്യനെ ഒറ്റ പ്രാവശ്യം നോക്കിയുള്ളൂ. കാരണം അറിയോ, ശരീരം മുഴുവൻ അടിച്ച് തകർക്കപ്പെട്ടിരിക്കുക. ഞാൻ ഈ മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് നോക്കിയിട്ട് ആ ശരീരത്തിൽ ഒരു ഭാഗം പോലും മുറിവില്ലാത്തതായിട്ട് കാണുന്നില്ല. എല്ലായിടത്തും ഞാൻ കണ്ട ഒരു കാര്യം ഇതാണ്: ഇവിടെ എന്തോ കൊണ്ട് ഉപദ്രവിച്ചിട്ട് മാംസം ഇങ്ങനെ പറഞ്ഞു തൂങ്ങിക്കിടക്കുക. അസ്ഥി കാണാൻ പറ്റുന്നുണ്ട്. ഈ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കണ്ണിൻ്റെയൊക്കെ പൊസിഷനൊക്കെ മാറിക്കിടക്കുക. വിരൂപമായൊരവസ്ഥയാണ്. ഞാൻ വീണ്ടും കരയാൻ തുടങ്ങി. കാരണം എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈശോ ആ 13-ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് പള്ളിയിൽ കയറിയപ്പോൾ അന്ന് ഈശോ തന്ന ഒരു അനുഗ്രഹമുണ്ട്. ആ അനുഗ്രഹം ഇതാണ് മക്കളെ: ആ 13-ാമത്തെ വയസ്സിൽ ഈശോയുടെ പീഡാനുഭവം മുഴുവൻ നേരിട്ട് കാണാനുള്ള ഒരനുഗ്രഹം കൂടി അന്നേ ദിവസം ഈശോ എനിക്ക് തന്നു. അന്ന് ഞാൻ കണ്ടപ്പോൾ അത് ഈശോയുടെ പീഡാനുഭവമാണോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇന്ന് ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ ഈശോയുടെ പീഡാനുഭവത്തെ ധ്യാനിക്കുമ്പോൾ എനിക്കറിയാം അന്ന് ഞാൻ കണ്ട കാര്യങ്ങളാണ് ഈശോയുടെ പീഡാനുഭവമാണ് എന്നെനിക്കിപ്പോൾ മനസ്സിലാകും. മക്കളെ, 13-ാമത്തെ വയസ്സിൽ ഈശോ തന്നൊരു അനുഗ്രഹമാണ് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഈശോ പലരും വന്ന് ദ്രോഹിപ്പിക്കുന്നുണ്ട്, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ടത് ഇങ്ങനെ മുഖത്ത് തുപ്പിയിട്ട് ഈ കാറി തുപ്പിയത് ഇങ്ങനെ മുഖത്തുകൂടെയൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക. ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ഒരാൾ വന്നിട്ട് ഈ മുറിവേറ്റ മനുഷ്യൻ്റെ മുഖത്ത് നോക്കി ഒരൊറ്റ അടി വെച്ച് കൊടുത്തു. ഈ അടി കൊണ്ടതും ആ മുറിവേറ്റ മനുഷ്യൻ താഴത്തേക്ക് വീണു. പിന്നെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ ഈ മനുഷ്യനൊന്ന് കാണാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാനൊന്ന് എഴുന്നേറ്റ് വന്നു. വെറ്റം പിറകില്ല എഴുന്നേറ്റ് ഞാനിങ്ങനെ നോക്കുമ്പോൾ ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്: ആ താഴെ വീണ ആ മുറിവേറ്റ മനുഷ്യൻ വളരെ പ്രയാസപ്പെട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ആ അൾത്താരയിൽ ഇങ്ങനെ കൈകുത്തിയാണ് നിൽക്കുന്നത്. കൈകുത്തി നിന്നിട്ട് എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം വരാം: ആ ദേവാലയം നിറയെ 700 കുട്ടികൾ ആ ദേവാലയം മുഴുവൻ ഉണ്ട്. പക്ഷേ ഈ താഴെ വീണിട്ട് എഴുന്നേറ്റ് വന്ന ആ മുറിവേറ്റ മനുഷ്യൻ ഇവരെ ആരെയും നോക്കുന്നില്ല, മറിച്ച് ഏറ്റവും പിറകിലിരിക്കുന്ന എന്നെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞത്: മോനെ ജയകുമാറെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. മോനെ ജയകുമാരെ, ഞാൻ നിനക്കും കൂടി വേണ്ടിയിട്ട് കുരിശിൽ മരിക്കാൻ വേണ്ടി പോകുക. മക്കളെ, അപ്പോഴാണ് ആ മുറിവേറ്റ മനുഷ്യൻ അത് ഈശോ ആണെന്ന് എനിക്ക് മനസ്സിലായത്. മക്കളെ, അന്ന് ഈശോ എന്നോട് പറഞ്ഞ ഒറ്റ കാര്യം ഇതാ: മോനെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞു മക്കളെ, ഇന്ന് ചേട്ടൻ നിങ്ങളോട് ഇവിടെ സംസാരിച്ച് തുടങ്ങുമ്പോൾ ചേട്ടൻ നിങ്ങളോട് ആദ്യം പറയുന്ന ഒരേ ഒരു കാര്യം: നിങ്ങൾ ആരായിക്കോട്ടെ, നിങ്ങൾ എന്തായിക്കോട്ടെ, നിങ്ങൾ ഏതവസ്ഥ ജീവിക്കുന്നവരായിക്കോട്ടെ, പക്ഷെ കുഞ്ഞുങ്ങളെ, ഈശോ നമ്മെ സ്നേഹിക്കുന്നുണ്ട്. ഈശോ നമ്മെ സ്നേഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ നേരെ ചൊവ്വേ പ്രാർത്ഥിക്കാത്തൊരു കുട്ടിയായിരിക്കാം. ചിലപ്പോൾ വഴക്കടിക്കുന്ന സ്വഭാവമുള്ളൊരു കുട്ടിയായിരിക്കാം. ചിലപ്പോൾ അപ്പയും അമ്മയൊക്കെ പറഞ്ഞിട്ട് അനുസരിക്കത്തില്ലായിരിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കം തൂങ്ങുന്നൊരു കുട്ടിയായിരിക്കാം. എന്തുമായിക്കോട്ടെ,
പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളെ, ഈശോയ്ക്ക് നമ്മോട് പറയാൻ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ആ കാര്യം ഇതാണ്: മോനെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. മോളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അവിടുന്ന് പറയുകയാണ്, നീ എൻ്റെ മകനാണ്, നീ എൻ്റെ മകളാണ്. നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ?